ഭാരത് ജോഡോ മുതൽ സമരാഗ്നി വരെ കേരളത്തിൽ കോൺഗ്രസ് പിരിച്ചെടുത്ത പണത്തിന് കണക്കില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ചെലവിന് കാശില്ലെന്ന പ്രചരണ തന്ത്രവുമായി കോൺഗ്രസ്. ബക്കറ്റുമായി നഗരത്തിൽ പിരിവിനിറങ്ങി കെപിസിസി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ. ഇടതു പാർട്ടികളുടെ ബക്കറ്റ് പിരിവിനെ എന്നും ആക്ഷേപിച്ചിരുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അതേ നേതാക്കൾ തന്നെ ബക്കറ്റുമായി പിരിവിനിറങ്ങുന്നതാണ് കൗതുകകരം. പാളയം ചന്തയിൽ ബക്കറ്റ് പിരിവിന് നേതൃത്വം നൽകുന്നത് കെപിസിസി ആക്ടിംഗ് പ്രസിഡന്റ് എം ഹസൻ. പാവപ്പെട്ടവർ, തൊഴിലാളികൾ, അവരുടെ ചില്ലി കാശുകൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. മോഡി സർക്കാർ ഫണ്ട് ഫ്രീസ് ചെയ്താലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമെന്ന് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. കെ സുധാകരൻ കെപിസിസി പ്രസിഡന്റും വി സതീശൻ പ്രതിപക്ഷ നേതാവുമായ ശേഷം പലതവണ കേരളത്തിൽ കോൺഗ്രസ് പണപ്പിരിവ് നടത്തി. 137 രൂപ ചലഞ്ച്, 138 ചലഞ്ച്, വിചാരണ സദസ്സ്, സമരാഗ്നി, കെ കരുണാകരൻ സ്മാരക നിർമ്മാണം, അങ്ങനെ നീളുന്നു പിരിവുകളുടെ കണക്കുകൾ. 137, 138 ചലഞ്ചിൽ എത്ര രൂപ പിരിഞ്ഞു കിട്ടിയെന്നതിൻ്റെ കണക്ക് പുറത്തുവിടാൻ ഇനിയും കെപിസിസി നേതൃത്വം തയ്യാറായിട്ടില്ല. ഈ പണമെല്ലാം എവിടെയെന്ന ചോദ്യത്തിന് മറുപടി നൽകാതെയാണ് തെരഞ്ഞെടുപ്പ് ചെലവിന് കാശില്ലെന്ന പ്രചരണ തന്ത്രവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.